മുല്ലപ്പെരിയാറിൻ്റെ അഭിജ്ഞാനം എന്നൊരു കഥയുണ്ട്. 90 വയസ്സ് പൂർത്തിയാക്കിയ ഒട്ടും സൗഹൃദയനല്ലാത്ത, ആരോടും സംസാരിക്കാത്ത പരുക്കനായ അച്ഛൻ്റെ നവതി ആഘോഷിക്കാൻ തീരുമാനിച്ച മക്കൾ. അച്ഛൻ എന്താണ് ഇങ്ങനെയായി തീർന്നത് എന്ന് അന്വേഷിച്ചു പോകുന്ന ഒരു കഥ. അവർ ഒട്ടും പരിചയമില്ലാത്ത ഒരു അച്ഛനെ ഖനനം ചെയ്തെടുക്കുന്നു, അറിയുന്നു, അത്ഭുതപ്പെടുന്നു. മനുഷ്യൻ എന്നത് ഇന്ന് നാം കാണുന്ന ഒരാളായിരിക്കണമെന്നില്ല. ഇന്നലെ അയാൾ നാളെ ഇന്ന് കണ്ട ആളായിരിക്കില്ല. തടവ് എന്ന സിനിമ കണ്ടിട്ട് കുറച്ച് നാളായി. തടവിലെ ഗീത ടീച്ചറും അനിത ടീച്ചറും ഹംസയും നിരന്തരം നമ്മുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. 2023 IFFKയിൽ മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരവും പ്രേക്ഷക പ്രീതിക്കുള്ള പുരസ്കാരവും 2024 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നവാഗത സംവിധായകന് ഫാസിൽ റസാക്കിനും മികച്ച നടിക്ക് ബീന ചന്ദ്രനും അംഗീകാരങ്ങൾ ലഭിച്ച തടവ്. ഈ അടുത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്ത തടവ് മനോഹരമായൊരു സിനിമ അനുഭവമാണ്. തടവ് എന്ന സിനിമയിലെ ഗീത എന്ന കഥാപാത്രമാണ് ടീച്ചർക്ക് അവാർഡ് നേടിക്കൊടുത്തത്. എന്തുകൊണ്ട് ടീച്ചർക്ക് അവാർഡ് കിട്ടി, ആരാണ് ബീന ടീച്ചർ എന്നൊക്കെ സംശയമുള്ളവർ തടവ് എന്ന സിനിമ കണ്ടാൽ മതി. അപ്പോൾ മനസ്സിലാകും ടീച്ചർക്ക് എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കുമെന്ന്. അത്ര ഗംഭീരമാണ് ഈ സിനിമയിലെ ഗീത എന്ന കഥാപാത്രം. അവർ അങ്ങനെയാണ് ഈ കഥാപാത്രത്തെ ചെയ്തു വച്ചിരിക്കുന്നത്. ഒരുപാട് കാലം കൂടിയാണ് പ്രേക്ഷകൻ്റെ വികാരങ്ങളെയും ബുദ്ധിയെയും ഒരുപോലെ മാനിക്കുന്ന ഒരു മലയാള സിനിമ കാണുന്നത്. അസ്കർ ഫർഹാദി, തെയോ ആഞ്ചലോപോലോസ്, തോമസ് വിൻ്റർബർഗ് സിനിമകളൊക്കെ കണ്ട ഒരു ഫീല്. ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഫർഹാദി സിനിമകളെ ഓർമ്മിപ്പിച്ചുവെങ്കിലും ഫർഹാദിയുടെ ഒരു ഇൻസിഡൻറ്റ് ഡ്രിവൺ കഥ പറച്ചൽ രീതിയല്ല തടവെന്ന സിനിമയിൽ. പകരം ക്യാരക്ടർ ഡ്രിവണാണ്. ഗീത എന്ന ക്യാരക്ടറിനെ അത്രയും ആഴത്തിൽ മനസ്സിൽ പതിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗീത മാത്രമല്ല, സ്ക്രീനിൽ വന്നവരും പോയവരുമൊക്കെ ഗംഭീരം. മൊത്തത്തിലൊരു റോ ആൻഡ് ഇമോഷണൽ സിനിമാറ്റിക് അനുഭവമാണ് തടവ്. ചിലപ്പോൾ നിങ്ങൾ ഒരു വലിയ പുരോഗമനവാദിയും മതേതരവാദിയും വിപ്ലവകാരിയും പരിസ്ഥിതിവാദിയും ആയിരങ്ങളുമായി സംവദിക്കുന്ന ഭയങ്കരനുമൊക്കെ ആയിരിക്കും. പക്ഷേ സൂക്ഷ്മാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ സൗഹൃദങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് എന്താണ്? നിങ്ങൾ നല്ലൊരു വായനക്കാരനായിരിക്കും, പക്ഷേ നിങ്ങൾ നല്ലൊരു മനുഷ്യനായിരിക്കണമെന്നില്ല. അതാവണമെങ്കിൽ നിങ്ങളിൽ ചെറിയൊരംശം മനുഷ്യത്വമെങ്കിലും അവശേഷിച്ചിരിക്കണം. ഹംസ ഗീത ടീച്ചറുടെ സൗഹൃദത്തിന് വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ മദ്യം കഴിക്കുന്നത്. അവരെ രസിപ്പിക്കാൻ വേണ്ടി മാത്രമാവും മദ്ദളം വായിക്കുന്നത്. അനിത ടീച്ചർ വൈകി വന്ന തൻ്റെ ഗർഭാവസ്ഥയെ പോലും അവഗണിച്ച് ഗീത ടീച്ചർക്ക് വേണ്ടി ഓടി നടക്കുന്നു. സ്നേഹത്തിൻ്റെ തടവാണ്, നിസ്സഹായതയുടെ തടവ്, ദാരിദ്ര്യത്തിൻ്റെ തടവ്, രോഗത്തിൻ്റെ തടവ്. എല്ലാറ്റിലും ഗീത എന്ന അംഗനവാടി ടീച്ചർ അവസാനം മറ്റെല്ലാ തടവുകളേക്കാൾ സുരക്ഷിതമാണ് ജയിലറയ്ക്കുള്ളിലെ തടവ് എന്ന് ധരിക്കുകയാണ്. അതിനവർക്ക് പ്രചോദനമാകുന്നത് മൊയ്തു എന്ന കഥാപാത്രമാണ്. തടവ് മനുഷ്യരുടെ കഥയാണ്. സങ്കടങ്ങൾ വരുമ്പോൾ വലിയ കുളത്തിൽ ഒറ്റയ്ക്കിറങ്ങി നീന്തി ആശ്വാസപ്പെടുന്ന ഗീത ടീച്ചറുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ കഥ വല്ലാത്തൊരു കഥ. പുതിയ സമൂഹഘടനയിൽ ഈ കഥ അവിശ്വസനീയമാണ് എന്നൊക്കെ തോന്നാം. പക്ഷേ പോയ കാലങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ചിലരെയെങ്കിലും കണ്ടെടുക്കാൻ, നിങ്ങളെ തന്നെ വീണ്ടെടുക്കാൻ ഈ തടവ് ഉപകരിക്കും. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ എത്തരം സിനിമകളാണ് തിയേറ്ററിൽ നീണ്ടു നിൽക്കുന്നത് എന്ന്. നമ്മളിൽ നന്മ വളർത്തുന്ന സിനിമകളൊന്നും അധികം ദിവസം തിയേറ്ററിൽ ഉണ്ടാവില്ല. കാരണം നിങ്ങളിൽ നന്മയുണ്ടാവുന്നത് കാണാൻ നിങ്ങളല്ലാതെ മറ്റാരും ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെ.